എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ നാളുകളായി നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ വർക്ക് റിപ്പോർട്ടർ ടി വിയുടെ ഒരു വർക്കാണ്. അതിപ്പോൾ ഒരിത്തിരി പണിയാണ്, കാരണം ഷീറ്റിൻ്റെ മുകളിൽ നമ്മളൊരു പ്ലാറ്റ്ഫോം അടിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അതിൻ്റെ മുകളിലൊക്കെ ആ ഷീറ്റിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകണം, അതിൻ്റെ മുകളിലൂടെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനുണ്ട്, സുധിയുണ്ട്, ജെയ്സനുണ്ട്. ഞങ്ങൾ 3 പേരാണ്. എൻ്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ്. ഒരു അസിസ്റ്റൻറ്റിലാണ് വർക്ക് ചെയ്യണത്. സാധനങ്ങളെല്ലാം ഞങ്ങൾ മേളിൽ കയറ്റി, സുധിയും ജെയ്സനും കൂടി മേളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അവർ ഫിറ്റ് ചെയ്തേക്കണ പൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പനി വരുന്ന ഫൗണ്ടേഷൻ പൈപ്പ് നമ്മളതൊന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ സുധി ഇപ്പോൾ വെൽഡ് ചെയ്യണ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. സുധിയുടെ പണി കഴിഞ്ഞാലാണ് നമുക്ക് ഡിഷിൻ്റെ മൗണ്ടൊക്കെ കൊണ്ടുവന്ന് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സുധി വെൽഡ് ചെയ്യാനാണ്. ഇപ്പോൾ ജെയ്സനിപ്പോൾ ഓരോ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഓരോന്നായിട്ട്. ഇപ്പോൾ ഫുള്ള് നല്ല രീതിയിൽ വെൽഡ് ചെയ്യണം, അല്ലെങ്കിൽ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞുകൊണ്ട് താഴത്തോട്ടും വീഴും. അപ്പോൾ അടിയിൽ നിന്ന് ഒരു വലിയ പൈപ്പ് ഫൗണ്ടേഷൻ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പൈപ്പ് മേലാണ് നമ്മൾ ചെയ്യണത്. ഇത് കണ്ടില്ലേ, നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ നോക്കി നടക്കണമല്ലേ, താഴത്തോട്ട് പോകും. സ്ലോപ്പിംഗ് ഉണ്ട്. പിന്നെ ഷീറ്റ് കുറച്ച് കേജുള്ള ഷീറ്റായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കയറി ചെയ്യണതിനൊന്നും പ്രശ്നമില്ല. എന്തായാലും നമുക്ക് ഫുള്ള് വർക്കിലോട്ട് പോകാം. വർക്കുകൾ നമ്മൾ തുടങ്ങണതാണ്. ജെയ്സൺ റിബുകളൊക്കെ കൊണ്ടുവന്ന് അവിടെ അടുപ്പിച്ച് വെക്കുകയാണ്. കൂടുതൽ സാധനങ്ങൾ നമുക്ക് അടുപ്പിച്ച് വെക്കാൻ പറ്റില്ല, കാരണം ഇത്തിരിക്കോളം സ്ഥലമുള്ളൂ. സ്ഥലത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യം നമുക്ക് പറഞ്ഞാൽ എടുത്തുകൊണ്ടൊന്ന് വെക്കാനുള്ളതുണ്ട്. പിന്നെ ഇത്തിരി വലിയ റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് നടക്കാനൊക്കെ പറ്റാണ്ട്. സാധാരണ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ചെയ്യണ പോലെ തന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്നുള്ളൂ. റിബുകളൊക്കെ ഫിറ്റ് ചെയ്ത് ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് പൈപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഫിറ്റ് ചെയ്യണം. എനിക്കധികം നേരം അവിടെ നിൽക്കാനും പറ്റൂല, കാലൊടിഞ്ഞിട്ട് ഞാൻ മറ്റൊരു സ്റ്റിക്കിലാണ് നടക്കണത്. കുറച്ച് നേരമൊന്നും എനിക്കങ്ങനെ നിൽക്കാൻ പറ്റൂല. അപ്പോൾ ഞാനിവിടെ സൈഡിൽ സ്റ്റെയറിൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പതുക്കെ വന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുൾ വീഡിയോയിലോട്ട് അങ്ങോട്ട് പോവാം. എന്തായാലും
അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ടും ചില ഒരു 4 ഷീറ്റ് അടിക്കാനുണ്ട്. അത് ഡിഷ് മേളിൽ കയറ്റിയിട്ടേ ചെയ്യുള്ളൂ, കാരണം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം LMBയുടെ പൈപ്പുകളൊക്കെ നമ്മൾ പിടിപ്പിച്ച് വെക്കണതാണ്. പിന്നെ നമ്മൾ വെക്കണ LMB സാധാരണ ഇപ്പോൾ സിംഗിൾ സൊല്യൂഷൻ സോളിഡിൻ്റെ LMB ആണ്. അപ്പോൾ ഇവർക്ക് ഓർഡർ ചെയ്തേക്കണത് നോർസാറ്റിൻ്റെ 3200 എന്ന് പറഞ്ഞ മോഡലാണ് പൈപ്പ്. അത് വന്നിട്ടില്ല, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഡിഷ് മേളിൽ കയറ്റി ഞാൻ 4 ഷീറ്റ് ഉണ്ട്, അത് താഴത്ത് നിന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ കൂടുതൽ വീഡിയോസ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഞാനും കൂടി ചെന്നാലേ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് 2 പേർക്കും കൂടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനും കൂടി ചെന്നിട്ട് അത് സഹായിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇനി 4 ഷീറ്റ് അടിക്കണം, പിന്നെ ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ ഏകദേശം നമ്മളേകദേശം ഒരു 3:30 മണിയായിട്ടുണ്ട്. ഞങ്ങളൊരു 10 മണിയായപ്പോൾ വന്നതാണ്. ഞങ്ങൾ 3 പേരുണ്ടായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തീർന്നത്. അപ്പോൾ ഫുള്ള് വർക്ക് കഴിഞ്ഞ്. അപ്പോൾ 2-3 ഷീറ്റിൻ്റെ അവിടെയൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ ട്രാക്കിങ്ങാണ് ഇനി അടുത്തത്. നമ്മൾ ട്രാക്കിങ്ങും കഴിഞ്ഞ്, കാരണം ട്രാക്ക് ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ശ്രുതി അപ്പോൾ അവിടെ വെൽഡ് ചെയ്ത ഭാഗത്ത് കുറച്ച് പ്രൈമർ അടിക്കണതാണ്, കാരണം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പണിയാവും. അപ്പോൾ അതുകൊണ്ട് പ്രൈമറൊക്കെ അടിച്ച് ഇപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോണേണ്. അപ്പോൾ പുതിയ വീഡിയോകളൊക്കെ ഇനി അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ കാലൊടിഞ്ഞ് 8 മാസം റെസ്റ്റിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോകളൊക്കെ ഇങ്ങനെ വരാതിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ പുതിയ വീഡിയോകളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.